ഹായ് ഗായ്സ്, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ രാവിലെ എണീറ്റ് ഇതെൻ്റെ ബർത്ത്ഡേ ഡ്രസ്സല്ലേ. അങ്ങനത്തെ ഞാനും പൊന്നൂസും കൂടി കാറിലാണ് പോണത് അമ്പലത്തിലേക്ക്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ അവിടെ വഴിപാടൊക്കെ ചെയ്തിട്ട് വരാതിട്ട് പോവാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിലെത്താനായി. അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകാണ്. ടൗണിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ആൾ കൂടിയിട്ടാണ് പോകുന്നത്. അത് ഞാൻ ടൗണിലെത്തിയിട്ടുണ്ട്. തുക ചെയ്യുന്നുണ്ട്. ചുമ്മാ വയ്ക്കുന്ന അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. വലിയമായി വരാനാണ് അങ്ങനെന്താ വല്യമ്മായി വന്ന് ഓട്ടോശ്ശേരി. അപ്പോഴാണ് അവർക്ക് ഐസ്ക്രീം കാണും. പുറത്തു പോയ എന്തെങ്കിലും കഴിക്കുമ്പോൾ അവർക്ക് ഐസ്ക്രീം അവർ കടയിൽ കയറിയിട്ട് എന്തൊക്കെയാണ് വേണമെന്ന് പറയാനറിയില്ല. ഐസ്ക്രീം വേണം പറഞ്ഞ ആൾക്കാർ തൊണ്ടവേദനയാണ്. എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞിട്ട് ബട്ടറിൻ്റെ കോണാണ് എടുത്തത്. കുഞ്ഞിന് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ ചാറുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കട്ട്ലേറ്റ് മതി എന്ന് അറിയുന്നത്. കട്ട്ലേറ്റൊക്കെ ഫുഡ് കഴിച്ചാലോ? അങ്ങനെ അങ്ങനത്തെ ഡെക്കറേഷനുള്ള സാധനങ്ങൾ, ബലൂണും അങ്ങനെ എല്ലാവരും വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ. അപ്പോൾ അതിൽ ഭയങ്കര പണിയിലാണ്. പിന്നെ ജിജോള് പൊടിച്ച് വീർപ്പിക്കലും ഇതൊക്കെ പണി. അപ്പോൾ പൊന്നീസിൻ്റെ ഫ്രോക്കിൻ്റെ സെയിം കളർ തന്നെ ഹാപ്പി ബർത്ത്ഡേ അൽഫാബറ്റ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വീർപ്പിക്കലാണ്. പക്ഷേ വീർപ്പിക്കാനും വയ്യ. എന്നാലും കൂട്ടം പറ്റുന്ന മാതിരിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഭിത്തിയിൽ വെക്കണം. നോക്കുമ്പോൾ എല്ലാ ഭിത്തിയിലും ജനലാണ്. ഇവിടെ വെക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ഭിത്തി കിട്ടിയിട്ടുണ്ട്. അവിടെ എനിക്കൊരു ഡെക്കറേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ബലൂണ് വീർപ്പിക്കുന്നു. അപ്പോൾ ബലൂണൊക്കെ സെറ്റായിട്ട് പല കളറിലുള്ള ബലൂണാണ് വെച്ചത്. ആൽഫാബറ്റ് മാത്രം പൊന്നൂസിൻ്റെ ഫ്രോക്കിൻ്റെ കളറിൽ കിട്ടിയിട്ട് തോന്നി. ഈ ഒരു ചെറിയ ഭിത്തിയിലാണ് അവർ എൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നത്. ചെറിയൊരു പരിപാടിയാണ് ബർത്ത്ഡേയുടെ. പിന്നെ അതേറ്റ് ചെയ്യുന്നവരെ കളിയിട്ടാണ്. അതൊക്കെ കൂടെ വെക്കാനുണ്ടാവുമെന്ന് അറിയില്ല. കുഞ്ഞാൾ കഴിച്ചിട്ട് എന്തായാലും ആദ്യം മക്കൾ കളിക്കട്ടെ എന്നിട്ടല്ലേ. അതാണ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അധികം ആളൊന്നുമില്ല. ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. വീണ്ടും റെഡിയായി. ചോക്കൊക്കെ ഇട്ട് കേക്ക് അതിൻ്റെ ഒരു കേക്ക് കൊടുന്ന് വാഴക്കാണ് കൈകൊണ്ട് രാത്രിയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം. താങ്ക് യു. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.